പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ സത്യങ്ങൾ പുറത്തു വരികയാണ്. കൺമണിയുടെ കഴുത്തിൽ ക്രിഷ് താലി കെട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനോജ് അറിയാനിടയാകുന്നു. ഇതോടെ ഞെട്ടിപ്പോകുന്ന മനോജ് ഉടൻ തന്നെ ഇതിനെപ്പറ്റി ചോദിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ്. ഇതിന്റെ ഭാഗമായി കൃഷിനെ ചെന്ന് കാണുകയും കൃഷിനോട് നീ എന്ത് തെമ്മാടിത്തരമാണ് കാണിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, കൃഷിന്റെ മുഖത്തടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ അടി ഏറ്റതിനെ തുടർന്ന് കൃഷ് ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. ഇതോടെ കൃഷ് ഞാൻ താലി കെട്ടി എന്നുള്ള കാര്യം ശരി തന്നെയാണ് എന്നും, പക്ഷെ ഒരിക്കലും കൺമണിയെ ചതിക്കണം എന്ന് കരുതിയല്ല ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കൃഷ്. അപ്പോഴേക്കും അവിടേക്ക് കൺമണി എത്തിച്ചേരുകയും തൻ്റെ ചേട്ടനെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. കൃഷിനെ തല്ലരുത് എന്ന് കൺമണി മനോജിനോട് പറയുകയാണ്. മനോജേട്ടാ, തല്ലരുത്, കൃഷിനെ ഒന്നും ചെയ്യരുത്, കൃഷിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, എന്നെ വിശ്വസിക്കണം. കൃഷ് എന്നെ ഒരിക്കലും ഉപദ്രവിച്ചിട്ട് പോലുമില്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി അവനെ ഒന്നും ചെയ്യരുത് എന്ന് ആവർത്തിച്ചിരിക്കുകയാണ്. പക്ഷേ നിന്റെ കഴുത്തിൽ ആരുടെയും അനുവാദമില്ലാതെയാണ് അവൻ താലി കെട്ടിയത്. അത് എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. അത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മനോജ് അവൻ എന്ത് കരുതിയാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇവനെ കൊല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണി ചേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് മനോജ്. മാത്രവുമല്ല, എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മനോജ് തിരികെ ചോദിക്കുകയും ചെയ്യുന്നു. അവനല്ലേ തെറ്റ് ചെയ്തത്? ഞാനത് ചോദിക്കാതെ പിന്നെ ആരാണ് നിനക്ക് വേണ്ടി ചോദിക്കുക എന്ന് മനോജ് അങ്ങോട്ട് ചോദിക്കുകയും, എൻ്റെ പെങ്ങളോട് ഒരാൾ മര്യാദയോട് കാണിച്ചാൽ അത് അവളുടെ മുതലാളിയായാൽ പോലും തല്ലുവാങ്ങുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ കൃഷ് എൻ്റെ അനുവാദത്തോടെ തന്നെയാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് കൺമണി. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മനോജ് എന്തൊക്കെയാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. കൃഷ്ണനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം കൃഷ് എൻ്റെ ഭർത്താവാണ്. അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ്. എന്നെ നിർബന്ധിച്ച് ഒന്നുമല്ല അവൻ താലി കെട്ടിയത്. എൻ്റെ പൂർണ്ണ സമ്മതവും അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ആക്ഷേപിക്കുന്നതിനോ അപമാനിക്കുന്നതിനോ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൺമണി. ഇതോടെ കൺമണിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കൺമണിയെ അത്ര സ്നേഹത്തോടെയല്ലേ ഞങ്ങൾ വളർത്തിയത്. ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ തന്നെ പറയൂ. നിന്നെ പൊന്നുപോലെ നോക്കിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി ഇങ്ങനെയൊരു സഹോദരി എനിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മനോജ് വരുണിനോടും വരുണിന്റെ കുടുംബക്കാരോടും ഞാനിനി എന്തു പറയുമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നിനക്ക് എന്തും തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു സഹോദരനായിരുന്നില്ലേ ഞാൻ? എന്നിട്ടും എന്തിനാണ് നീ ഈ ചതി എന്നോട് ചെയ്തത്? നിനക്ക് കൃഷിനെ ഇഷ്ടമായിരുന്നുവെങ്കിൽ ആ കാര്യം എന്നോട് തുറന്നു പറയാമായിരുന്നു. ഞാനത് ഒരിക്കലും എതിർക്കുകയില്ല. പക്ഷേ നീ അത് ചെയ്തില്ല. അത് നിന്റെ തെറ്റ് തന്നെയാണ്. നീ എന്തുകൊണ്ടാണ് ആ കാര്യം ഞങ്ങളോട് തുറന്നു പറയാതിരുന്നത്? നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്? ഇതോടെ കൺമണിക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് വന്നു നിൽക്കുന്നത്. മാത്രവുമല്ല, എന്താണ് ഞാൻ ചേട്ടനോട് പറയുക എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് സംഭവിച്ചത് എന്ന് കൺമണി മനസ്സിലാക്കുകയാണ്. ഇതോടെ തൻ്റെ സഹോദരനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കൺമണി
ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിപ്പോയി. പക്ഷേ ഒരിക്കലും ഞാൻ അത് കൃഷിനെ കുറ്റം പറയുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് നീ എന്നെ എല്ലാവരുടെയും മുൻപിലാണ് അപമാനിച്ചത്. ഈ അപമാനം എനിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല കൺമണി. നീ ആ താലി കെട്ടുന്ന സമയത്ത് എന്നെയും വീട്ടുകാരെയും കുറിച്ച് ആലോചിച്ചോ? അച്ഛനെ കുറിച്ച് ആലോചിച്ചോ? അച്ഛൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ നിനക്ക് അറിയാവുന്നതാണ്. എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനായി തയ്യാറായി. അത് നിന്റെ സ്വാർത്ഥതയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി അങ്ങനെയല്ല ചേട്ടാ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് വ്യക്തമാക്കുന്ന മനോജ് ഈ വിവാഹം ഒരിക്കലും നടന്നതായി ഞാൻ കണക്കാക്കുകയില്ല. മാത്രവുമല്ല, നിനക്ക് കൃഷി കെട്ടിയ താലി വലിച്ചെറിയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്ന കൺമണി തനിക്കതിന് സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. ആര് എന്തൊക്കെ പറഞ്ഞാലും കൃഷ് എൻ്റെ ഭർത്താവാണ്. അവനെ ഞാൻ തള്ളിക്കളയുകയില്ല. അവൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിക്ക് ഒരു സത്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോ വരുണോ, വരുണിന്റെ കാര്യത്തിൽ എന്താണ് നിന്റെ തീരുമാനം? അവനെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ കഴുത്തിൽ ഓൾറെഡി ഒരാൾ താലി കെട്ടി കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് തന്നെ ആ താലിയുമായി ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃഷ് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ കൺമണി കൃഷിനെ നോക്കുകയാണ്. കൃഷ് ആണ് എങ്കിൽ മറുപടി പറയാൻ സാധിക്കാതെ തല കുമ്പിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന കൺമണി അത് സാധിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അതിൻ്റെ പേരിൽ കൃഷിനെ തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ തയ്യാറല്ല. എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാകുന്നുണ്ട് ചേട്ടാ. ചേട്ടൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മനോജിന്റെ കാലിൽ വീണ് കൺമണി കരയുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.